ഹായ്, ഇന്നൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എടുത്തു വന്നപ്പോൾ അത് ലോങ് ആയിപ്പോയി. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ വീഡിയോസ് അതൊക്കെ എന്താ ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ, അല്ലെങ്കിൽ കാണാനൊരു സുഖമില്ലല്ലോ എന്നൊക്കെ. ഒരുപാട് എഡിറ്റിങ്ങും അതും അല്ലെങ്കിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും വീഡിയോസ് എടുക്കുന്നത്, അത്രയും എഫേർട്ട് എടുത്തിട്ട്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം എന്നെ അതിന് അനുവദിക്കുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഗിംബലും ട്രൈപോഡും എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ചില വീഡിയോകൾ അങ്ങനെയാണ്, പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിന്നർ ഓപ്ഷനാണ്. മോൾക്ക് കൊടുക്കാനുള്ള ഒരു ഓംലെറ്റും ഒരു ദോശയും, അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഞാൻ മുട്ടയിലോട്ട് കുറച്ച് ഉള്ളിയാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 5 മുട്ടയോ എന്നൊക്കെ. കാടമുട്ടയാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ പാതി ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓംലെറ്റ് നല്ല ഫ്ലഫി ആയിട്ടിരിക്കും എന്നാണ് പറയാറുള്ളത്. നമുക്ക് നോക്കാം. അതെന്തെങ്കിലും ആവട്ടെ. ഒരു പാൻ എടുത്ത് അതിലോട്ട് ഞാൻ എന്തായാലും ബട്ടർ എടുത്താലേ എന്ന് വിചാരിച്ച് കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയാലും ഒട്ടും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നേരെ അങ്ങോട്ട് പരത്തി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് മുട്ടയുടെ ആ കനം കൂട്ടരുത്, അതായത് ഉള്ളി ഒരു ഭാഗത്ത് തന്നെ അങ്ങനെ അടിഞ്ഞു കൂടരുത് എന്ന് സാരം. അതിനുശേഷം നമ്മൾ ആ മുട്ടയോടെ ഇരിക്കട്ടെ. മുട്ട മെല്ലെ ആയി വരുന്നതല്ലേ ഒരു സുഖം. എന്തൊക്കെയായാലും മുട്ടയൊക്കെ നന്നായിട്ട് പരന്ന് വിട്ട് വന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊന്ന് സൈഡിൽ കൂടെ മറിച്ചിട്ടു. എടുക്കാൻ ഒരു നിർവാഹമില്ല. എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് എനിക്ക് മറിച്ചിടാൻ കിട്ടില്ല. പൊട്ടാതെ വന്നു എന്നുള്ള ഹാപ്പിയിലാണ് ഞാൻ. കൂടെ ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. പൊട്ടാതെ വന്നു എന്ന് പറയുന്ന എൻ്റെ ഹാപ്പി അല്പം നേരത്തേക്കേ ഉള്ളൂ. പൊട്ടിപ്പോയി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണ് അവസ്ഥ. മര്യാദയ്ക്ക് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച ഒരു അമിത വിശ്വാസം എന്ന് പറയില്ലേ, ഓവർ കോൺഫിഡൻസ്, ആ സംഭവമാണ് എന്നെ ഇപ്പോൾ ഇങ്ങനെ ആക്കിയത്. അതെന്തോ ആവട്ടെ, നല്ല ഒരു എന്താ പറയുക, പേപ്പർ ദോശ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഞാൻ സാധാരണ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പേപ്പർ ദോശ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതും ഓംലെറ്റും ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കൂടുതലൊന്നും കൊടുക്കാറില്ല. വേണമെങ്കിൽ കുറച്ച് ഇഡ്ഡലിപ്പൊടിയിൽ എണ്ണയൊക്കെ ചാലിച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കഴിക്കാൻ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ദോശയ്ക്കൊപ്പം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു ദോശ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് നല്ല മൊരിഞ്ഞ് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല ചമ്മന്തിയും ചട്നിയും സാമ്പാറൊക്കെ കൂടി കഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തമാശ പറയുന്നതല്ല, ശരിക്കും നല്ല ടേസ്റ്റാണ്. എനിക്കതിലെ മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്തോ ആവട്ടെ, ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ ബട്ടർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ദോശ ഒന്ന് നന്നായി മറിച്ചിടാം. നെയ്യൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഓപ്ഷൻ മോൾഡ് അത്രയേ ഉള്ളൂ. ഒരു ദോശയും ഒരു ഓംലെറ്റും. സാധാരണ കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരെണ്ണം എടുക്കാറുള്ളൂ കേട്ടോ. കാടമുട്ട ആയതുകൊണ്ട് ഞങ്ങൾക്കും കൂടി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു, അതുപോലെ തന്നെ മുട്ട ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല എന്ന് പറയാൻ. പിന്നെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമാവും. ഒരു 1K എങ്കിലും തികയ്ക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. പക്ഷേ എത്ര ഓടിയിട്ടും അങ്ങോട്ട് എത്തില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ബായ്.